ഇഷ്കും തിരഞ്ഞ് അലമകയും ദിക്ക് മുഴുവൻ ഞാനിന്നലഞ്ഞേ വിഴൽ വീടും പുഴും നീളമാ ഉള്ളിനുള്ളിലായി തുള്ളികരിഞ്ഞേ മഴ മാറി നിന്ന് മരുവായി തീർന്ന മനതാരിനടിയിൽ പൊടിയുന്നു സംസം മഴ മാറി നിന്ന് മരുവായി തീർന്ന മനതാരിനടിയിൽ പൊടിയുന്നു സംസം ഹലോ മോളെ, ഞാൻ വിളിച്ചപ്പോൾ എന്താ ഫോൺ എടുത്തില്ല? പഠിക്കുമായിരുന്നോ? മനസ്സിൽ വല്ലാത്ത ടെൻഷൻ, അതാ വിളിച്ച്. ഭക്ഷണമൊക്കെ കഴിച്ചോ? കൽബിനകമേ കബപണിതേ ഹജുറുല്ലസ്വദായ് നീയും പതിഞ്ഞേ ഹിജറ പോയിടേ. ഹലോ ഗൈസ്, കൂടെടാക്സിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ, അക്ഷയ. അപ്പോ നമ്മുടെ ഇൻട്രോ ഉണ്ടപ്പോ തന്നെ കുറെ ആൾക്കാർക്ക് ഇന്നത്തെ നമ്മുടെ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ടോപ്പിക് എന്താണെന്ന്. ഇപ്പോ നമ്മുടെ യൂണിവേഴ്സലി എന്ന് പറഞ്ഞാൽ ഗ്ലോബലി എല്ലായിടത്തും ഒരു ഇഷ്യൂ ആണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും അതെ ഉള്ളൊരു ഇഷ്യൂ ആണ്. നമ്മളെല്ലായിടത്തും കണ്ടും കേട്ടും മറന്ന കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട്. അത് മാത്രമല്ല, ഇപ്പോ ചെറിയ ചെറിയ പിള്ളേരടക്കം ഇതില് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. ഇതിനൊരു ഏജ് അങ്ങനെ ഒന്നും ഇല്ല. അത്യാവശ്യം ഇപ്പോ ചെറുപ്പത്തിലുള്ളവരും ഈ പറഞ്ഞ സംഭവം ചെയ്യുന്നുണ്ട്. ഏറ്റവും എത്രത്തോളം വലുതാവുന്നവർക്കും ഈ പറഞ്ഞതെല്ലാം ചെയ്യുന്നുണ്ട്. സംഭവം ചെയ്യാൻ വേറൊന്നുമില്ല ഗൈസ്. ബ്രേക്കപ്പ്, ഇപ്പൊ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ സാധനം പലർക്കും ബ്രേക്കപ്പ് കഴിഞ്ഞാണ്ടല്ലോ എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തമില്ല. കൂടുതലും ഞാൻ പറഞ്ഞോട്ടെ, ഈ ഫിലിം ഇൻഡസ്ട്രി മേ ബി അവരൊക്കെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നോണ്ടായിരിക്കാം. അതെ, അതായത് ഒരിതാണ് ലൈക്ക് ബ്രേക്കപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഡിപ്രഷൻ, അത് വന്നിരിക്കണം എന്നുള്ളൊരു തോട്ട് ഇൻജെക്ട് ചെയ്ത പോലെയാണ് അല്ലേ? അതെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസേ എന്റെ ഒരു കൂട്ടുകാരന്റെ അനിയനെ അവനെ കണ്ടു. അവൻ 9ൽ പഠിക്കണേ. അപ്പൊ അവനോട് സംസാരിച്ചപ്പോ അവനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എടാ അങ്ങനെ കണ്ട പഠിത്തവും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ അല്ലാന്ന് ചോദിച്ചപ്പോ അവൻ പറയണു എനിക്ക് ഭയങ്കര ഡിപ്രഷനാ ചേട്ടാന്ന് പറഞ്ഞു. ഭയങ്കര ഷോകാണ്, ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞു. ഞാൻ സീരിയസ്ലി ഞെട്ടി. എന്റെ അമ്മ സത്യം. കാരണം വെച്ച് കഴിഞ്ഞാല് 9ൽ പഠിക്കുന്ന അവന് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മൂലം എന്തെങ്കിലും ട്രോമ, ഫാമിലി ഇഷ്യൂസ് കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുപ്പത്തിൽ മിസ്ബിഹേവ് ആരെങ്കിലും ചെയ്തിട്ടോ അങ്ങനെ കുറെ ട്രോമാസ് ഒക്കെ വരാൻ അതിനൊക്കെ നമുക്ക് ഡിപ്രഷൻ എന്നൊക്കെ വിളിക്കാം. ഇവനോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരുത്തി അവള് കാരണം എനിക്ക് ഞാൻ ഒട്ടും ഓക്കെ അല്ല, അവളെന്നോട് പഴയ പോലെ മിണ്ടുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, 9ൽ പഠിക്കണ അവനെ 14-15 വയസ്സാണ് പ്രായം. അപ്പൊ തന്നെ ബ്രേക്കപ്പ് ആയി, അവൻ ഇൻജക്ട് ആയി. അവന് കാരണം വെച്ച് കഴിഞ്ഞാൽ അവന് മനസ്സിലായി തുടങ്ങി ബ്രേക്കപ്പ് അങ്ങനെ അവള് മിണ്ടുന്നില്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ ഇടണം എന്നുള്ളൊരിതായി. അവന് എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം. ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ 8ലും 10ലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഡിപ്രഷനിലേക്ക് ഞാൻ ആലോചിക്കും, ഇതൊക്കെയാണോ ദൈവമേ ഡിപ്രഷൻ, ഇങ്ങനാണോ ഡിപ്രഷൻ? പലരും പല ഏജ് ഉള്ളവർക്ക് പോലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ ബ്രേക്കപ്പ് കഴിഞ്ഞ് എന്താ ചെയ്യണത്. എന്നെ പൊന്നും ഗൈസ്, ഞാൻ സത്യം പറയാം, ഈ സൂസൈഡ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ അല്ല. ലിറ്ററലി ഒരു സൊല്യൂഷൻ അല്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി, നിങ്ങളുടെ വീട്ടുകാർക്ക് പോയി. അല്ലാണ്ട് നിങ്ങൾ കാത്തിരുന്ന പെണ്ണോ ഓർ ചെക്കനോ ഒന്നും ആവാൻ പോകുന്നില്ല. ചിന്തിക്കും, ഓ ഞാൻ കാരണം. അത് അത്രേ ഉള്ളൂ. ചിലവരെ വിചാരം എഴുതി വെച്ചൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഈ മരിച്ചതിന് ശേഷം എല്ലാവരും പ്രൂവ് ചെയ്യാണ് എനിക്ക് ഞാൻ പ്രണയിച്ചത് ട്രൂ ആണ്, അതുകൊണ്ടാണ് ഞാൻ പലരും വേറൊരു കാര്യം ചെയ്യുകയാണ് എല്ലാവരും. അതാണ് സത്യം. വേറൊരു കാര്യം വെച്ചാണല്ലോ, ഈ കൈയൊക്കെ മുറിച്ച് പ്രേമം കാണിച്ചു കഴിഞ്ഞാലോ
അവിടെ ഇഷ്ടം പിടിച്ചു വാങ്ങുന്ന കുറെ ടീം കാറ്റഗറി ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഞാൻ മരിക്കാൻ പോവാണ്, ചാകാൻ പോവാണ്. എന്താ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടാവും. അതിൽ ഒരു പാർട്ട്ണർ പറയാം എനിക്ക് ഇതില് താല്പര്യമില്ല, നമുക്ക് മടുത്തു എന്തേലൊക്കെ പറഞ്ഞ് നമ്മൾ നിർത്താന്ന് പറഞ്ഞത് പണ്ടത്തെ അയിലയില് ഞാൻ മരിക്കാൻ പോവാണ് എന്നിട്ട് ആ കൊച്ചിന്. പക്ഷെ ഇവര് ഒരിക്കലും ഒന്നും ഇരുന്ന് ചോദിക്കുന്നില്ല എന്താണ് നിന്റെ ഇഷ്യൂ, എന്താണ് നിന്റെ പ്രോബ്ലം, എന്തുകൊണ്ടാണ് നീ ഓപ്പോസിറ്റ് വേണ്ടി എടുക്കാനുള്ള കാരണം, അത് നമ്മൾ ചോദിക്കാണ്. ഓപ്പോസിറ്റ് ഉള്ള ആളുടെ ഒരു ഒപ്പീനിയൻ ഇവരെടുക്കുന്നില്ല, മരിക്കാൻ പോവാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എന്താ, ഈ ലവ് എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അറിയാൻ വേണ്ടിട്ട് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് അതിനുശേഷമുള്ള ഈ ഫ്യൂച്ചർ വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേനെ വേണ്ട, അച്ഛനെ, നിങ്ങൾക്ക് ആരും ഇല്ല, ഉള്ളവും പോയി. എന്തിനാണ് നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ സ്വന്തം പേരൻസ് ഉണ്ട്, നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഗ്രാൻഡ് മദർ. ഇപ്പൊ പുറത്തു പോയപ്പോ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ പഠിക്കുന്ന ഇപ്പം എറണാകുളത്താണ്, ഇപ്പം എനിക്കെന്നൊക്കെ ഇഷ്ടംപോലെ ആലോചിക്കാൻ. എനിക്ക് ഈ പറഞ്ഞ ഫാമിലി പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. ഞാൻ ഇതുവരെ ഒരിക്കലും ആ മണ്ടത്തരം ഞാൻ ഇപ്പോഴും പറയുന്ന അതൊരു സൊല്യൂഷൻ, അത് മണ്ടത്തരമാണ്. ആർക്ക് നഷ്ടം? ഈ എഴുതി വെച്ച് മരിച്ചു കഴിഞ്ഞാൽ മരിച്ച ശേഷം അവർക്ക് ശിക്ഷ കിട്ടും. ഞാൻ കാര്യം പറയട്ടെ, ഒരാളെ കൊന്നാ പോലും 10-15 വർഷം എടുത്ത് കേസ് തെളിയിക്കുന്ന നാടാണ് നമ്മുടെ. വധശിക്ഷ വരാൻ പോലും 10-15 വർഷം എടുക്കും. അതിന്റെ ഇടയിൽ അവർ വേറെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ വന്ന വധശിക്ഷ നീണ്ടു പോകും. ഇഷ്ടംപോലെ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഈ ഗ്രീഷ്മയുടെ അത് കേസ് പോലെ തന്നെ അല്ലെ? എത്രത്തോളം അങ്ങനത്തെ ഒരു നാട്ടില് നിങ്ങൾ മരിച്ച് ബാക്കിയുള്ളവർക്ക് വേണ്ടി ശിക്ഷ. 4 നാട്ടുകാരുടെ നിങ്ങൾക്ക് ഒരു സംസാര വിഷയം അല്ലാതെ. അതെ, അതും 1-2 ദിവസം അല്ലെ? 1-2 ദിവസത്തെ ഇൻസ്റ്റാഗ്രാമിൽ ആയിക്കാനും സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ആണ് നിങ്ങൾ. അതെ, അത് കഴിഞ്ഞു. സത്യം, നിങ്ങളുടെ പീരീഡ് കഴിഞ്ഞു. നിങ്ങൾ മരിച്ചത് നിങ്ങളുടെ അമ്മയ്ക്ക് പോയി, നിങ്ങളുടെ അച്ഛനക്ക് പോയി, നിങ്ങളുടെ ഫ്യൂച്ചർ പോയി. അത്രേ ഉള്ളൂ. നിങ്ങൾ വെറും പൊടിയായി പോയി. പിന്നെ അതിനുശേഷം നിങ്ങൾ എന്ന് പറഞ്ഞ ഒരാള് പലവരുടെ മനസ്സിൽ എവിടെയെങ്കിലും കാണും. അത് പറയുമ്പോൾ ഓർമ്മ വരത്തുള്ളൂ. ഓ അയ്യോ അങ്ങനെ ഉണ്ടായില്ലേ, അങ്ങനെ ഉണ്ടായി. അതേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഉള്ള ഒരു കാര്യമാണ് ഡൗറി. നമ്മള് ഇന്ന് ഡേറ്റ് എന്ന് വെച്ചാൽ ജൂലൈ 12. നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം, നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്യുന്ന ദിവസം ജൂലൈ 10. ഓക്കെ, ഈ 2 ദിവസം ഗ്യാപ്പിന്റെ ഇടയില്, 2 ദിവസം ഗ്യാപ്പിന്റെ ഇടയില് ഒരു ന്യൂസ് ഞാൻ ഇന്നലെ കണ്ടു. നീ അറിഞ്ഞത്? ഷാർജയില്. അതെ, ഷാർജയില് ഒരു അമ്മയും കൊച്ചും, 1.5 വയസ്സുള്ള ഒരു കൊച്ചും സൂസൈഡ് ചെയ്തു. എന്തായാലും 1.5 വയസ്സുള്ള കൊച്ചിനറിയില്ല സൂസൈഡ് എന്താന്ന്. അമ്മ കൊന്നിട്ട് അമ്മയെ മരിച്ചു. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പറയണത് എന്നോട് എന്താ അറിയോ? അവര് ഞാൻ കേട്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗറി, സ്ത്രീധനവും ഡിവേഴ്സ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് മരിക്കണത്. ഒന്നാമത്തെ കാര്യം, ഈ അമ്മ ഈ കൊച്ചിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് തിങ്ക് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഈ ഡൗറി ഇവരൊക്കെ ചോദിച്ചില്ലേ, ഇവർക്കൊന്നും ഈ നാണമില്ലേ? അറിയാത്തോണ്ട് ചോദിക്കാം. ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഈ സ്ത്രീധനം വാങ്ങാൻ. ഇത്തിരി ഇച്ചിരി ഉളുപ്പ്. കുറച്ച് നാണോമാനം ഉണ്ടല്ലേ ഈ ഡൗറിക്ക് നിൽക്കുക. നിങ്ങൾ സമ്പാദിച്ച് നിങ്ങൾ നോക്കണം. അല്ല, ഞാൻ പറയട്ടെ, അല്ല എന്തിനാണ് ഈ പേരൻസ് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ് ഡൗറി കൊടുക്കുന്നത്. അവര് പറയുന്നത് എന്താ പറയുക, അവരുടെ മക്കളെ കൊടുക്കാൻ അവൾ കല്യാണത്തിന് ശേഷം ആ ചെറുക്കനെ നോക്കുന്ന എന്നാണ് പലരുടെയും ധാരണ. ഓക്കെ, ഇപ്പൊ ഇൻഡിപെൻഡന്റ് അല്ലാത്ത വുമൻസ് ഒക്കെ മേ ബി അങ്ങനെ ആയിരിക്കും. അവളെ നോക്കാൻ വേണ്ടിട്ട് ചെറുക്കന് കൊടുക്കുന്ന ഒരു തരം, ഇപ്പൊ നമ്മള് ജോബ് ചെയ്ത് സാലറി കിട്ടത്തില്ലേ, അത് കണക്കാണ്. സത്യമായിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. ഒരു മരം നട്ട് ചെറുപ്പം പണ്ട് പോലെ നട്ട് വളർത്തിട്ട് ഒരാൾക്ക് അങ്ങ് എടുത്ത് കൊടുക്കുക, എടുത്ത് കൊടുത്തിട്ട് കുറച്ച് കാശും കൊടുക്കുക. ഒന്ന് നന്നായി നോക്കണേ. സത്യമായിട്ട് അതാണ്. അതായത് അവരുടെ വീട്ടിലെ പണി അടക്കം ചെയ്യണം, എല്ലാം ചെയ്യും വേണം. എന്തായാലും ആ പെണ്ണിന്റെ ലൈഫ് അവിടെ തീരും. അതോടെ അവൾക്ക് പഠിക്കാൻ പറ്റില്ല, വർക്കിന് പോകാൻ പറ്റില്ല, അവള് കൊച്ചിനെ നോക്കണം. പിന്നെ ആ ഫാമിലിത്തെ എല്ലാ കാര്യം നോക്ക്, അവരുടെ ആ പെണ്ണ് അവിടെ നിൽക്കണം വേണം. ഈ ഡൗറി എന്നുള്ളൊരു കാര്യത്തിന് മിക്കവാറും ഈ സ്ത്രീകൾ സൂസൈഡുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ സ്വന്തം പാരന്റ്സ് ആണ്. സത്യം, മേ ബി അതിലൊരു റീസൺ എന്നുള്ളത് ഹസ്ബൻഡ് ആണ്. എല്ലാവരും ഹസ്ബൻഡിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഹസ്ബൻഡാണ് ഡൗറിയുടെ കാര്യം ശല്യപ്പെടുത്തുന്നത്. ഫാദർ ഇൻ ലോ ആണ് എല്ലാവരും, സിസ്റ്റർ ഇൻ ലോ ആയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ത്രീ, അതായത് ഈ കല്യാണം കഴിഞ്ഞ ഈ സ്ത്രീ വിളിച്ച് പറയണം, അമ്മ എനിക്ക് ഇവിടെ ഒട്ടും പറ്റുന്നില്ല, സ്ത്രീധനം ചോദിച്ച് എന്നെ ഇവിടെ എല്ലാവരും ബുദ്ധിമുട്ടിക്കുകയാണ്, എന്നെ നല്ല രീതിക്ക് ഉപദ്രവിക്കുന്നുണ്ട് എന്ന് വിളിച്ച് പറയുമ്പോൾ, മോളെ ഇങ്ങോട്ട് പോരും, ഞങ്ങളുണ്ടോ നിനക്കുന്ന ഒരു വാക്ക് ആ പാരന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞോട്ടെ, ഈ സൂസൈഡ് ഒന്നും ഇവിടെ നടക്കത്തില്ല. അതാണ് സത്യം, അല്ലേ? സത്യമാണത്. അതായത് ഈ സ്റ്റാറ്റസ് നോക്കുക. അയ്യോ, ഈ നാട്ടുകാരാണോ നിങ്ങൾക്ക്? അല്ല, ഞാൻ ഇപ്പോഴും ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. എനിക്ക് ഇപ്പോഴും ഞാൻ ചോദിക്കുന്ന, എല്ലാരോടും ചോദിക്കുന്ന ഒരു കാര്യ, നാട്ടുകാർക്ക് എന്താ ഇതിനകത്ത് റോള്? പലവരുടെ വീട്ടിലും പല പ്രശ്നങ്ങളുടെ ഇടയിൽ ഇവർ പറയുന്നുണ്ടോ, എടാ നീ ഇങ്ങനെ ചെയ്ത് നാട്ടുകാരറിയില്ലേ, ഇവരെന്ത് വിചാരിക്കും? എടാ ആ ചേച്ചി, ആ അപ്പുറത്തെ വഴിയിൽ പോണ ചേച്ചി ഇല്ലേ, അവരെന്ത് വിചാരിക്കും? പിന്നെ അങ്ങ് മരിക്കുവാണല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, നാട്ടുകാരെ നോക്കി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ നശിക്കും.
സത്യം. ഈ ഏറ്റവും വലിയ നാശമാണ് ഈ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞു നടക്കുന്ന നാട്ടുകാര് അല്ലേ? ഇവരൊക്കെ ഈ ബാക്കിയുള്ളവരെ കുറ്റവും ഒരു പണിയും പരഗതി ഇല്ലാത്തവരൊക്കെ ഇരുന്ന് കുറ്റം പറഞ്ഞു നടക്കുമായിരിക്കും നാട്ടുകാർ. അവരെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ് നമുക്ക്. വീട്ടിലൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിൽ ചില സമയത്ത് പറയും, ആ സമയത്ത് ഞാൻ ഇപ്പോഴും ചോദിക്കും, എന്തിന് അവരെനിക്ക് ഭക്ഷണം കഴിക്കാൻ തരുന്നില്ല, അവരെനിക്ക് ഭക്ഷണം കഴിക്കാൻ തരുന്നില്ല, അവർക്ക് ചെലവിന് തരുന്നില്ല, എന്നെ നോക്കുന്നില്ല. എന്നെ നോക്കുന്ന എന്റെ അച്ഛനും അമ്മയാ. ഞാൻ എന്തുകൊണ്ട് അവരെ പേടിക്കണം? അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുക. നിങ്ങൾ അച്ഛനും അമ്മയും മാത്രം ബോധിപ്പിച്ചാൽ മതി. ഈ പറഞ്ഞ നാട്ടുകാരെ നിങ്ങൾ ബോധിപ്പിക്കേണ്ട ആവശ്യം, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതെ, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം ഇപ്പൊ ഈ പഴയവർക്ക് ഇല്ല. എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ് ആയിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ ഭയങ്കര ഞാൻ പറയട്ടെ, നമ്മൾ പറയുന്ന ഒരു വലിയ കാര്യമല്ല, ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലും തിങ്ക് ചെയ്യാനുള്ള കഴിവ് പലവർക്ക് ഇപ്പോഴും ഇല്ല. അതെന്തുകൊണ്ടാന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പഠിക്കണ കേസ്, മാർക്ക് അല്ല. ഞാന് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് പുള്ളിക്കാരി ഉണ്ടല്ലോ, അവനിങ്ങനെ മെസ്സേജ് അയക്കുക. അവനിങ്ങനെ 2 ദിവസം മുമ്പ് അവനോട് പറഞ്ഞൊരു കാര്യം, സത്യമായിട്ടും പറഞ്ഞ കാര്യം എന്താണ്, അവളിങ്ങനെ മെസ്സേജ് പറഞ്ഞ, എടാ എന്നാ തെണ്ടികൾ കരയിപ്പിച്ചു. അപ്പൊ ഇവൻ ആസ് യൂഷ്വലി ചോദിക്കുമല്ലോ ആരാണ് ഈ തെണ്ടികളെന്ന്. അപ്പൊ അവള് പറഞ്ഞു എന്റെ അച്ഛനും അമ്മയൊന്നും. അച്ഛനും അമ്മയും പറയുന്ന വാക്കാണ് അല്ല, തെണ്ടികളെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം അവരവളുടെ ലൈഫില് ടോക്സിസിറ്റി ഇൻജക്ട് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവൾ 4th സംഭവം കണ്ടായി. അപ്പൊ അവൾ എല്ലാത്തിനും പാസ്സായി. ഇവൾക്ക് ഡിഗ്രേഡ് അങ്ങാണ്ട മാർക്ക്. അപ്പൊ ഇവളുടെ ഫ്രണ്ടിന് എന്തോ 2-3 A+ ഒക്കെ ഉണ്ട്. അത് പറഞ്ഞിട്ടാണ് ഇവളെ നല്ലൊരു തല്ലി, നല്ല രീതിക്ക് കമ്പയർ ചെയ്തിട്ട് തല്ലിയിട്ട് ഇവളാണെങ്കിൽ ആ ഒരു സങ്കടം സഹിക്കാണ്ട് ഇവനോട് പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, എടാ എനിക്ക് ഈ ലൈഫ് മടുത്തു, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരുപാട് ഇവരെന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ സൂസൈഡ് മാർക്കിന്റെ പേരിലും ഇഷ്ടം പോലെ നടന്നു. നമ്മൾ കുറച്ച് മുന്നേ ഞാനേ ഒരു കഴിഞ്ഞ ദിവസം നിനക്കൊരു സാധനം കാണിച്ചു തന്നോ, ഒരു വർഷത്തില് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷത്തോളം സൂസൈഡാ ഒരു വർഷം, വെറും ഒരു വർഷം. പിന്നെ ബാക്കിയുള്ള ഒരു കൗണ്ട് എടുത്തപ്പോഴേ ഓരോ മണിക്കൂറിനും ഓരോ സ്റ്റുഡന്റ് വെച്ച് മരിച്ചുകൊണ്ടിരിക്കാന്ന് കേട്ടെ, ഈ നീറ്റും അതും ഇതൊക്കെ എഴുതിയിട്ട്. നിങ്ങള് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഞാനൊരു പാരന്റ് അല്ല, ഇവളൊരു പാരന്റ് അല്ല, ഞങ്ങക്ക് പാരന്റ് ഒരു അധികാരവും ഇല്ല. പക്ഷെ കണ്ടും കേട്ടും വന്നൊരു സാധനമുണ്ട്, തലയ്ക്കകത്ത് കുറച്ച് ആൾതാമസമുണ്ട് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇത് കാണുന്നവർക്ക് സത്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റിങ് ഇപ്പൊ പലരും കല്യാണം കഴിഞ്ഞ ശേഷം വീട്ടില് എന്താ മോളെ കൊച്ചായില്ലേ, ആ സാധനം കൊച്ചായില്ലേ, ഭർത്താവിനോട് ഇവനൊന്നും കഴിവില്ലേന്ന് കൂട്ടുകാര് പറയുന്ന അങ്ങനത്തെ. കല്യാണം കഴിഞ്ഞ ഒരു 1 year or 2 year ആയിട്ടുണ്ടാവുള്ളൂ, അപ്പത്തേനും കൊച്ചു വേണം. കല്യാണം കഴിഞ്ഞാൽ വിത്തിൻ 2 year ഒരു കൊച്ചായിരിക്കണം. അവര് പാരന്റിങ് ആവാനുള്ള പ്രിപ്പയർഡ് ആയിരിക്കുമല്ലോ. ഇവര് ഈ പറഞ്ഞ ഈ മദർ ഉണ്ട്, ഫാദർ ഉണ്ട്, ഇവർക്ക് ഒരു കൊച്ചിനെ നോക്കാൻ ഒരു ഇത് വേണം. അത് ഇവരൊട്ടും പ്രിപ്പയർഡ് അല്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവരുടെ അമ്മയച്ഛൻ എന്താ പറയുന്നത്? നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി. അവിടെയും നാട്ടുകാരൊക്കെ പറയാൻ ഈ പിള്ളേരെ എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് നാട്ടുകാരെ ബോധിപ്പിക്കാനും വീട്ടുകാരെ ബോധിപ്പിക്കാനും ഒരു കൊച്ച്, പിന്നെ ചെറുപ്പത്തിൽ കളിപ്പിക്കാനും വലുതായി കഴിഞ്ഞാൽ തോന്നിയ പോലെ വിടാനും ഒരു കൊച്ച്. അങ്ങനെ ആ കൊച്ചിനെ തോന്നിയ പോലെ വിട്ടിട്ട് ആ കൊച്ചിന് വീട്ടിലുണ്ടാവുന്ന നടക്കുന്നത് അത് അവൻ പറയാനുള്ള കാരണം മെയിൻ റീസൺ ഞാൻ ഒരു കാരണം, ഇപ്പൊ +2 ശേഷമാണ് എല്ലാവരും പുറത്തുപോയി പഠിക്കുന്നത്. ഈ +2 വരെ ഈ കൊച്ചു ഫ്രീഡം എന്നുള്ളത് കണ്ടിട്ടുണ്ടാവില്ല. സത്യമായിട്ട് അതാ നടക്കുന്നത്. ഇന്ന് പറയട്ടെ, 6 മണിക്ക് വീട്ടിൽ കയറുന്ന പല വീട്ടിലും ഉണ്ടാവും. 6 മണിക്ക് വീട്ടിൽ കയറുന്നത് ഇപ്പൊ സിഗരറ്റ് വലിക്കില്ല, കള്ളു കുടിക്കില്ല എന്നുള്ളവന്മാരെ പോലും വീട്ടുകാർ ചിലപ്പോ ഡൗട്ട് അടിച്ച് വന്ന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്രയും ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിട്ട് ഇവരെ ഭയങ്കര അടച്ചിട്ട് വളർത്തുമ്പോണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോ ഇവർക്ക് ഈ ഫ്രീഡം എന്ന് പറഞ്ഞ സാധനം കിട്ടും. ആ കിട്ടുന്ന സമയത്തുണ്ടല്ലോ എന്തും ചെയ്യാം എന്നുള്ള ലൈസൻസ് കിട്ടുകയാണ് അവിടെ ഇവർ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ ഇവർ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടേതായ ലോകത്തോടാ. ഇവർക്ക് എന്തും ചെയ്യാം, എന്തും ആവാം, ആരൊന്നും പറയാനില്ല. പക്ഷെ നേരെ തിരിച്ച് ഇവരോട് മുമ്പ് ചെറുപ്പം തൊട്ട് അത്യാവശ്യം ഫ്രീഡവും കുറച്ച് സ്പേസ് ഒക്കെ കൊടുത്ത് അവരോട് ഇപ്പൊ പാരന്റ്സിന്റെ അടുത്ത് തന്നെ ഓപ്പൺ ആയിട്ട് ഓക്കെ ആയുള്ള ഒരു സ്പേസ് കൊടുത്ത് അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇവർ ഈ ഒരു രീതിക്ക് എത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ബിയർ അടിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ മോനോട് പറയാ, അങ്ങനത്തെ ഒരു വൈബിലി ഒരു അച്ഛനാവുകയാണെങ്കിൽ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എടാ നിനക്കൊരു ബിയർ അടിക്കണമെന്നുണ്ടോ, ഇടയ്ക്ക് നീ എന്നോട് പറ, ഒരു ബിയർ അടിച്ചോണ്ടൊന്നും ആരും തട്ടിപ്പോവില്ല. അങ്ങനെ പറയുന്ന ഒരു അച്ഛന്മാരുണ്ട്. എന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്റെ അച്ഛനോട് ഇപ്പോഴും പറയും,
എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നീ പുറത്ത് പോയി അടിക്കണ്ട, നിനക്ക് വേണോ പറ, നമുക്ക് ഒരുമിച്ച് അടിക്കാം. അങ്ങനെ പറയുന്ന സമയത്തുണ്ടല്ലോ ഇവർക്കുണ്ടല്ലോ നാളെ ഒരു ദിവസം പുറത്ത് പോയി അടിക്കാനുള്ള ഒരു തോട്ട് വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ വേണമെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ, പുറത്തു പോയിട്ട് അടിച്ച് നശിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോട്ട് അവരുടെ വരും അല്ലേ. ചെറുപ്പം നിങ്ങളൊരു ഒറ്റ കാര്യം ചിന്തിക്കുക, മക്കളോട് മാർക്കിന്റെയും പരീക്ഷയ്ക്കും പിന്നെ കമ്പയർ. ഓക്കെ, അപ്പുറത്തെ വീട്ടിൽ വെച്ചാൽ അയ്യോ എന്റെ ഫ്രണ്ടിന്റെ കൊച്ചിന് ഫുൾ A+ ആണ്, അതുകൊണ്ട് നീ എടുക്കണം, അത് വേണ്ട, അവൾക്ക് എന്താണോ തോന്നുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ ജോലിക്ക് പോകുന്ന സമയത്ത് ആരും നിനക്ക് ഫുൾ A+ ഉണ്ടോ എന്നാ ജോലി തരുള്ളൂ എന്ന് ഇവിടെ ആരും പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല അല്ലേ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഫുൾ A+ ഉണ്ടെങ്കിലും ജോലി കിട്ടത്തില്ല? ആ സർട്ടിഫിക്കറ്റ് അന്ന് പോയിട്ട് ആ കൊച്ചിന് ഇത്രയും A+ ഉള്ള പോയി കൊച്ചിന് A+ എല്ലാം പഠിച്ചെല്ലാം അറിയാം. ഒരു ഇന്റർവ്യൂക്ക് പോയിട്ട് 4 ചോദ്യം ചോദിക്കുക. ആ സമയത്തുണ്ടല്ലോ ഈ കൊച്ചു ബബ്ബ അടിച്ചു, ഇവൾക്ക് സ്കില്ലില്ല, അല്ലെങ്കിൽ അവന് സ്കില്ലില്ല എന്നുണ്ടെങ്കിലോ അവൻ അതിന് സെലക്ട് ആവില്ല. അപ്പൊ ആ സമയത്ത് ഈ കൊച്ച് ആലോചിക്കും, ഇവരുടെ പാരന്റ്സ് തന്നെ പറഞ്ഞേ പഠിപ്പിന് പുറകെ മാർക്കിന് പുറകെ ഓടും, എന്നാലും ലൈഫ് സെറ്റ് ആവുള്ളൂ. നാളെ ഒരു ദിവസം ഇവരുടെ ലൈഫ് ചിലപ്പോൾ സെറ്റ് ആയേക്കാം, ലൈഫ് സെറ്റ് ആയേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പും പൈസയും കൊണ്ട് സെറ്റ് ആയേക്കാം, പക്ഷെ ജീവിതത്തിൽ ഒരു വെറും വട്ട പൂജയായി പോകും. എന്ന് വെച്ചാൽ ജീവിതത്തിൽ അവർക്ക് ഒന്നും അറിയാത്തൊരു മന്ദബുദ്ധികളായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ജനറൽ നോളേജ്, ഞാൻ കാര്യം പറഞ്ഞോട്ടെ, ഈ ബുക്കിൽ എന്താണ് എന്നുള്ളത് ബൈ ഹാർട്ട് പഠിച്ച് A+ വാങ്ങുന്നതൊക്കെ വെറും വേസ്റ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, മക്കളോട് ചെറുപ്പം തൊട്ട് മാർക്കിന് പുറകെ അല്ലാണ്ട് എന്താ ഈ പഠിപ്പിന് പുറകെ ജോലിക്ക് പുറകെ ഓടെന്ന് പറയാണ്ടേ മെന്റലി അങ്ങനെ സ്റ്റേബിൾ ആവാം. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ മെന്റലി അങ്ങനെ നിനക്ക് പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നീ എങ്ങനെ അത് ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നീ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു പാരന്റ് ഒരു കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അവന് ലൈഫില് അതിലും വലിയ ഒരു അച്ചീവ്മെന്റ് ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സിന്റെ സപ്പോർട്ട് വേണം. അതാ ഞാൻ പറഞ്ഞത്. വേറൊരു ന്യൂസ് ഉണ്ടായതുണ്ടോ, ഒരാഴ്ച എങ്ങാണ്ടുള്ളൂ, നാട്ടുകാരുടെ ബേസിൽ തന്നെ കേട്ടോ, ഒരു പെൺകൊച്ച്, അവളെ കല്യാണം കഴിഞ്ഞാ ഡിവോഴ്സ് ആയവാ. ആ കൊച്ച് രാത്രി വർക്ക് കഴിഞ്ഞ് രാത്രി വരത്തുള്ളൂ. ഇപ്പൊ ആ കൊച്ചിന്റെ ഇത് കാണാൻ നാട്ടുകാർക്ക് ഉണ്ടല്ലോ കടി. അപ്പൊ വീട്ടുകാരോട് ചെന്ന് പറഞ്ഞു, എന്ത് ഇങ്ങനെ രാത്രിയാണല്ലോ വരുന്നത്, ഡിവോഴ്സ്ഡ് ആണ്. ഓക്കെ, ആ സമയത്ത് എന്താണ് ഈ അമ്മയുടെ ബ്രദറും അച്ഛനും കൂടിയിട്ട് ആ കൊച്ചിനെ കൊന്നു. അത് എന്തിനാണ് റീസൺ എന്ന് പറയുമ്പോൾ ലേറ്റ് ആയിട്ട് 6 മണിക്ക് ശേഷം, ഇത് എല്ലാവരും വെച്ചിരിക്കുന്ന ടൈമാണ് 6 മണി. അങ്ങനെയല്ല, മെയിൻലി നാട്ടുകാര് നമ്മുടെ ഫാമിലിയെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുള്ള തോട്ട് ഇൻജെക്ട് ആയതുകൊണ്ട് കുടുംബത്തിന്റെ സ്റ്റാറ്റസ് പോവും. എന്തിനാണ് ഞാൻ ഒരു കാര്യം, ഈ സ്റ്റാറ്റസ് നിങ്ങൾ എടുത്ത് നിങ്ങൾ എന്ത് നേടി? സത്യം പറഞ്ഞല്ലോ ഈ കൊച്ചിനെ കൊന്നിട്ട് പോലീസ് പിടിച്ചു, നാണം കെട്ടു. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ വലിയ ഇതാവാനാണ് ഇവർ ഇത് ചെയ്തത്, ഇവർക്കത് ഇൻജെക്ട് ആവാനാണ് ഇവർ ചെയ്തത്. ഇവർക്കുണ്ടല്ലോ ഇപ്പൊ ഈ സൊസൈറ്റിയുടെ മുമ്പ് വെറും വിലവലുണ്ടോ? ഇല്ല. അത് ഇവർ ചിന്തിക്കുന്നില്ല. ഇവർക്ക് ഈ ആ ഒരു സമയത്ത് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുന്നുണ്ട്. വേറൊരു ചില നാട്ടുകാരെന്ന് കഴിഞ്ഞാണ്ടല്ലോ, നമ്മള് ഇപ്പൊ നീ ആണെങ്കിലോ ഞാനാണെങ്കിലോ ഒരു ഫ്രണ്ടിന്റെ കൂടെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടു, നമ്മളെ കുറിച്ച് വീട്ടിൽ ചെന്ന് കൺസേൺ ആയി പറയുന്നത് കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളെ എങ്ങനെ ഞാൻ കണ്ടു, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവളെ കുറിച്ച് നമുക്കറിയാലോ, നമ്മുടെ മോളല്ലേ എന്ന് പറയുന്നത് കുഴപ്പമില്ല. പക്ഷേ രാമായണം കണ്ടിട്ട് വീട്ടിൽ ചെന്ന് മഹാഭാരതം പറയുന്ന കുറെ ടീമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു, അവനെ നടുറോട്ടി വെച്ച് അവന് ഉമ്മ വെക്കുന്നേ ഞാൻ കണ്ടു, എന്നെ 2 കണ്ണുകൊണ്ട് കണ്ട്. അങ്ങനെ പറയുന്ന സമയത്തുണ്ടല്ലോ ഈ പാരന്റ്സിന് ഉണ്ടാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഈഗോ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നമ്മുടെ വില പോയി, അയ്യോ ഇങ്ങനെ ആയല്ലോ, നാട്ടിൽ ഞങ്ങളെ ആ ഒരു ചേട്ടൻ വന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ അവർ ട്രീറ്റ് ചെയ്യുന്ന വിധമുണ്ടല്ലോ, അത് മനസ്സിലായി. ആ കൊച്ചിന് അത് അവളുടെ ലൈഫിൽ തന്നെ ഭയങ്കര വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവർ പറയുന്ന പോലെയല്ല പാരന്റ്സ് ചിലപ്പോൾ പറയും നീ ജനിച്ചത് തന്നെ ശാപ എന്ന് പറഞ്ഞാൽ ചെറുപ്പം പോലും ഇത് കേട്ട് വളർന്ന ഒരു കുട്ടിക്കാണെങ്കിൽ പോലും ഭയങ്കര ട്രോമ ആയിരിക്കും. അതിന് പറയാം നിങ്ങൾ ഡിപ്രഷൻ എന്ന്. അതെ, ഡിപ്രഷൻ. ഓക്കെ, അല്ലാതെ ചെറുപ്പം പോലും കേട്ട് വളർന്ന എന്താ ഭയങ്കര വീട്ടില് പ്രശ്നങ്ങള്, ട്രോമ, പിന്നെ അത് മാത്രമല്ല അടിവഴക്ക്. എനിക്കുണ്ടായിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അടിവഴക്ക് ഇതൊക്കെ ഉണ്ടായിട്ട് ചെറുപ്പം പോലും കണ്ട് വളർന്ന ഒരു കുട്ടിക്കുണ്ടല്ലോ, ഒരു സമയത്തുമ്പോ ആ കുട്ടി ഭയങ്കര കൈവിട്ടു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ആരും ഇല്ലാതെ പോകും. ചിലപ്പോ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഒരു എക്സാമ്പിൾ, അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു പെങ്കൊച്ചാണോ ഒരു ആങ്കൊച്ചനോട് പുറത്തുനിന്ന് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു സ്നേഹം കിട്ടി വിചാരിക്കും. ആ കുട്ടി ആ സ്നേഹത്തിലോട്ട് ഉറപ്പായിട്ടും പോകുന്ന സമയത്ത് ആ ചെക്കന് ഇവളെ മിസ്യൂസ് ചെയ്യുന്നോന്നോ ഒന്നും ഇവർക്ക് അറിയില്ല. സ്നേഹം കിട്ടുന്നതാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരിടത്ത് നിന്ന് ഇത്രത്തോളം വളർത്തി ഈ ഫാമിലി ആ കുട്ടിക്ക് കംഫർട്ടബിൾ അല്ല. കാരണം ഈ പറയുന്ന ഫാമിലി എന്ന് പറയുന്ന ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്തു. ഓക്കെ, വിദ്യാഭ്യാസം കൊടുത്ത് 3 നേരം ചോറ് കൊടുത്തതിന് ഇവര് പറയുന്ന
ഇതാണ് പാരന്റിങ് എന്നാണ് ഗായ്സ്. അതല്ല പാരന്റിങ്. അത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ എന്നിട്ട് വേറൊരു പയ്യന്റെ ഓർ പെങ്കോച്ചിന് ഇവർക്ക് ഈ കിട്ടുന്ന സ്നേഹം ഇവർ ഭയങ്കര കംഫർട്ട് ആയിരിക്കും. അവർ ഏത് രീതിക്ക് വേണമെങ്കിൽ ഇവരെ യൂസ് ചെയ്യാൻ പറ്റും. അവരൊട്ടും അതുകൊണ്ട് അവർ നല്ല രീതിക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അത് മിസ്യൂസ് ചെയ്യും. മനസ്സിലായി. ലാസ്റ്റ് അവൻ ഇവളെ ഓർ ബ്രേക്കപ്പ് ആയിട്ട് നിന്റെ മടുത്തു എന്ന് പറയണമെങ്കിൽ ഈ കൊച്ചിന് ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല. ഫാമിലി ഇല്ല, ഇത്രത്തോളം സ്നേഹിച്ച ഇപ്പത്തെ ഒരു പാർട്ണർ ഇല്ല. അപ്പൊ ഈ കുട്ടി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സൂസൈഡ് എന്നുള്ള സാധനം. പിന്നെ അങ്ങനെ അവസാനം അവരെന്താ അവന് ചിലപ്പോൾ അവളെ മിസ്യൂസ് ചെയ്യാം. എന്താ പറയാ, ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് വീട്ടിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആണ്, മിസ്യൂസ് ഒന്നും ചെയ്യുന്നില്ല, ആ വീട്ടിൽ പൊക്കി കഴിഞ്ഞാണ്ടല്ലോ ആ വീട്ടിൽ അവര് പിന്നെ അവളെ ടോർച്ചർ തുടങ്ങും. അത്രയും നാളും ഇല്ലാത്ത കൺസേൺ അവളോട് അവര് കാണിച്ചു തുടങ്ങും. ഇത്ര ദിവസം ഇല്ലാത്ത കെയർ ഒന്നുമില്ല. അവര് അവളെ പൂട്ടിയിടും, ഫോൺ വാങ്ങി വെക്കും, ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സിൽ നിന്ന് പോകുന്നു വരുമ്പോ തന്നെ ആരുടെ സംസാരിക്കുന്ന അപ്പുറത്ത് ഇപ്പുറത്ത് മാമാർത്ത് പറഞ്ഞു എന്റെ ചാർട്ടിങ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൊച്ചാണ്. അവസാനം അവള് ചൂസ് ചെയ്യുന്ന ഒരു എസ്കേപ്പ് ആണ്, യൂണിവേഴ്സൽ എസ്കേപ്പ് ആണ്. അവൾക്ക് ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമാണ് ഈ സൂസൈഡ്. പലരും വിചാരിക്കും ഞങ്ങൾ സൂസൈഡ് ഡിപ്രഷൻ എന്നുള്ള ഒരു കണ്ടന്റ് എടുത്തിട്ട് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, പാരന്റിങ്ങിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്, ഡൗറിയെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, ഈ സൂസൈഡ് എന്ന് പറയുന്ന സാധനം വെറുതെ പൊട്ടി മുളയ്ക്കുന്നല്ല, ഇത് എവിടെ ഒരു തുടക്കം വരുന്നുണ്ട്. ആ തുടക്കമാണ് പലതും. മെയിൻ ആയിട്ടുള്ള 3 റീസൺസ് ആണ് ബ്രേക്കപ്പ്, ഡൗറി, ഈ ഫുൾ A+ തേങ്ങ മാങ്ങ, പാരന്റിങ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ വരുമ്പോ തന്നെ സൂസൈഡ് എന്നുള്ളൊരു നമ്മള് ഒരു സാധനം തുടങ്ങാൻ ഒരു സ്റ്റാർട്ടിങ് വെച്ചാൽ മതി, ബാക്കിയൊക്കെ തന്നെ പൊക്കോളും. നശിക്കാൻ വേണ്ടി ഒരു സ്റ്റാർട്ടിങ് വെച്ച് കൊടുത്താൽ മതി, നന്നാവാനാണ് പണം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ നമ്മൾ ഈ ചാനല് ഇത് നശിപ്പിക്കാൻ എളുപ്പമാ, ഇത് നമ്മള് ഉയർത്തി ചെയ്ത്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവരിപ്പോ 100 പേര് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം നമ്മള് അത് ഇങ്ങോട്ടൊരു വരവുണ്ട്. ഞങ്ങൾ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ ഈ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാണല്ലോ, ഇത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് നമ്മുടെ ലൈഫിൽ പല ലൈഫിൽ നമുക്ക് കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ടന്റ് സെർച്ച് ചെയ്തോണ്ടിരിക്കുന്ന ഇടയിൽ ഒരു സൂസൈഡ് ഉണ്ടായി. അത് എത്രത്തോളം അപ്പൊ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഈ സൂസൈഡ് അവർക്ക് മനസ്സിലായി, സൂസൈഡ് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം, മരിച്ചാൽ ഇത് രക്ഷപ്പെടാം എന്നുള്ളൊരു തോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവരെത്രത്തോളം ബാഡായിരിക്കും അല്ലേ? പക്ഷേ നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ട്. ഈ പറഞ്ഞ ഈ അമ്മയോ ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, നിങ്ങളുടെ കാര്യം നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫ്യൂച്ചർ ഉണ്ട്, എല്ലാം നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ഒരു പക്ഷെ മണ്ടന്മാരാന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത് എടുക്കുന്നൊക്കെ മണ്ടന്മാരാ. നിങ്ങളൊക്കെ ഭയങ്കര വീക്കാണോ? ഇത്രയും വീക്കാണോ? ഇത് കാണുന്ന പല പേർക്കും റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് കാണുന്നവരുണ്ടാവും, ചിലപ്പോ വീട്ടിൽ ഇഷ്യൂസ് ആയിട്ട് കാണുന്നവരുണ്ടാവും, പലവരും ഉണ്ടാവും. നിങ്ങളൊരു കാര്യം, നിങ്ങൾക്ക് ഇവരുടെ ഒരു സൊല്യൂഷൻ എന്താ അറിയോ? ഒരാളോട് തുറന്ന് സംസാരിച്ച് തീരുന്ന സൊല്യൂഷനേ ഉള്ളൂ. പക്ഷെ ആരും ഇല്ല അവർക്ക്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ കേൾക്കാൻ റെഡി അല്ല. പല വീട്ടിലും ഞാൻ പറയട്ടെ, നിനക്ക് റിലേറ്റീവ് ആണോ നോക്ക്. ഇപ്പൊ എന്റെ വീട്ടിലും എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്റെ അമ്മോട് എനിക്ക് തുറന്നു പറയാൻ പറ്റും, നിനക്ക് പറ്റും. പക്ഷെ ഇവിടെ പല പേർക്കും പറ്റില്ല. ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യം എന്താണ്? അവിടെ പ്രശ്നമായി പോകും. പിന്നെ കൂടുതൽ ഞാൻ കണ്ടുവരുന്ന ഒരു ഇതാണ്, ഒരു ആൺകൊച്ച് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ പാരന്റ്സ് രണ്ടുപേരും ഭയങ്കര സപ്പോർട്ട്. ഒരു ബ്രദർ സിസ്റ്റർ, ഒരു 2 ആൾക്കാർക്ക്, ഒരു ബ്രദർ ഉണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഒരു ആൺകൊച്ചു ഒരു പെൺകൊച്ചാന്ന് വെക്കും. അത് ബ്രദർ ആണെന്ന് വെക്കി, ഓക്കെ, എൽഡർ ബ്രദർ ആണെന്ന് വെക്കി. അവന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ അമ്മയച്ഛന് സപ്പോർട്ടാ. ഈ പറഞ്ഞ സിസ്റ്ററിന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബ്രദറോടൊക്കെ അതിനെതിരാണ്. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. അവനെ വിശ്വസിച്ചൊരു പെൺകൊച്ചു വരുന്നുണ്ടെങ്കിൽ ചിലപ്പോ അവളും ഓപ്പോസിറ്റ് ഒരാൾ വരും എന്നുള്ള തിങ്ക് ചെയ്യാനുള്ള ഒരു ബേസിക് നോളേജ് ഇവര് ചിന്തിക്കുന്നില്ല അല്ലേ? അത് മാത്രമല്ല, വേറൊരു പല റീസൺസ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇപ്പോഴും പലർക്കും ഒരു വിചാരമുണ്ട് എല്ലാ പയ്യന്മാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ബാഡ് ആയിട്ടുള്ള ഒരു മിസ്യൂസിങ് ആണ്. പക്ഷെ പലരും ഇതിൽ ജെന്യുവൻ ആയിട്ടുള്ളവരുണ്ടാവും, മനസ്സിലായില്ലേ? പക്ഷെ പെമ്പിള്ളേര് ചൂസ് ചെയ്യുന്നതും ജെന്യുവൻ ആയിട്ടുള്ളവരായിരിക്കില്ല കേട്ടോ. പെമ്പിള്ളേര് പലർക്കും ഇപ്പോഴും റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒന്ന് 4 പേരെ കാണിക്കാൻ, ഒന്ന് പുറത്തു പോവാൻ, സ്റ്റോറി ഇടാൻ, പിന്നെ പൈസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിട്ട് ഭയങ്കര ഗോൾഡ് ഡിഗർ ഗേൾസും ഉണ്ട്, ബോയ്സും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് റിലേഷൻഷിപ്പ് വരുമ്പോ തന്നെ കുറെ പേര് ഈ ടോക്സിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും 1 തൊട്ട് 2ാമതിനും ടോക്സിസിറ്റി. അവൻ ടോക്സിക്കാ. കാരണം എന്താ? അവൻ പറയുന്നത് എന്താ? എടി നീ അവനോട് മിണ്ടണ്ട, അവന്റെ സ്വഭാവം എനിക്ക് അറിയുന്നതാണ്, അവൻ ഒക്കെ അല്ല, നിന്റെ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, എനിക്ക് അവനെ പേഴ്സണലായിട്ട് അറിയുന്നതാ, അവനുള്ള കമ്പനി ഇങ്ങനെയാണെന്ന് അവൻ പറഞ്ഞെന്ന് വിചാരിക്കും. അപ്പൊ അവള് പറയും, നീ എന്ത് ടോക്സിക് ആടാ, നീ എന്താ വിചാരിച്ചേ? അവൻ അവിടെ പറയുന്നത് നിങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻ അല്ല, ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് അവൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ ലൈഫ് മാക്സിമം ഒരു കെയർ ചെയ്യാൻ. നിങ്ങൾ ഈ പല കാര്യം ഇവർ പലതും കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് പറയും, തൊട്ടാ മുട്ടിയ ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താ?
നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നോട് ചോദിക്കാണ്ട് അവിടെ പോരുത്, എന്നോട് പറയേണ്ടി ഇവിടെ പോരുത്. ചോദിച്ചിട്ടാണ് നീ ഒരു സ്റ്റോറി ഇടാൻ, എന്നോട് ചോദിച്ചിട്ടാണ് നീ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ എന്നോട് എന്റെ പെർമിഷൻ വേണം. ആ പെർമിഷൻ അവിടെ വരുന്നില്ലേ, അതിനാണ് ഈ ടോക്സിസിറ്റി എന്ന്. അല്ലാണ്ട് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ഉള്ളപ്പോ 3-4 ബെസ്റ്റിനെ കൊണ്ടു നടക്കുമ്പോ ഓപ്പോസിറ്റ് ഉള്ള നിങ്ങളുടെ പാർട്ട്ണർ പറയാ എനിക്ക് നീ അവിടെ സംസാരിക്കുന്ന ഇഷ്ടമല്ല, ഈ പോസസീവും കാര്യങ്ങളൊക്കെ ഉള്ളതാ, നിങ്ങളതൊന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തിട്ട് ഇതൊക്കെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇതെല്ലാം യൂണിവേഴ്സലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു കണക്റ്റഡ് കാര്യമാണ്. ഇതെല്ലാം ചെന്ന് തീരുന്നത് ഡിപ്രഷൻ സൂസൈഡിലുമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി, ഇതൊക്കെ ചെന്ന് തീരുന്നത്. ഇതിന്റെ ഒക്കെ ഒരു നല്ല സൈഡ് ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സൈഡാണ് ഞങ്ങൾ പറഞ്ഞ കാര്യം, ഈ സൂസൈഡിനും ഡിപ്രഷനും. മനസ്സിലായോ? പലരും അത് തിങ്ക് ചെയ്യുന്നില്ല. പലർക്കും ഇപ്പോൾ അറിയില്ല ഈ ബ്രേക്കപ്പ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന്. ബ്രേക്കപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട അടിപൊളി പരിപാടി എന്താ അറിയോ? നിങ്ങൾ നിർത്തി തിങ്ക് ചെയ്യുക, എന്തുകൊണ്ടാണ് നിങ്ങളെ വിട്ട പാർട്ട്ണർ പോയത്, അല്ലെങ്കിൽ ആ പാർട്ട്ണറെ ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ പാർട്ട്ണറോടൊന്ന് ചോദിക്കുക, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ, എന്താണെന്ന് റീസൺ എന്ന് വെച്ചാൽ എന്റെ അടുത്ത് ഒരു കുറവുണ്ടായിട്ടാണോ അതോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് ചോദിക്കുക. അതോ നിങ്ങളെ വേറെ ആൾക്ക് വേണ്ടി ഒഴിവാക്കി പോകുന്നതാണെങ്കിൽ അങ്ങനെ വീഡിയോ കൈസ് അവരുടെ പുറകെ പോയിട്ട് അവരുടെ ലൈഫിൽ കയറി കളിച്ചിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. കൂടുതലും പറയുന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഇപ്പൊ ഒരു ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ട്ണർ ബോയ് ഒരു ഗോൾ പറയുന്നതാണ് ഞാൻ സൂസൈഡ്, ഞാൻ മരിക്കും, നീ പോയിക്കഴിഞ്ഞാൽ ഞാൻ മരിക്കും, അതുകൊണ്ട് പോവരുത്. എന്തിനാ പിടിച്ചു വാങ്ങുന്ന സ്നേഹം നിങ്ങൾക്ക് ഒരിക്കലും നിൽക്കില്ല, അത് കുറച്ച് നാളത്തേക്ക് നിൽക്കുള്ളൂ. കുറച്ച് നാളത്തോട്ടാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി വരേണ്ട ഒരു സാധനം, അല്ലാതെ ഈ സ്നേഹം വേണം. നിങ്ങളൊന്ന് കൺസേൺ ആവേണ്ട കാര്യമില്ല. പലരും എന്താ പറയോ, അയ്യോ എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ എന്റെ നിങ്ങൾ അതിനെ കുറിച്ചൊന്നും കൺസേൺ ആവേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും പാർട്ട്നേഴ്സിനെ കിട്ടും, ആസ് യൂഷ്വലി കിട്ടും. മനസ്സിലായില്ലേ? ഓരോരുത്തരുടെ ക്യാരക്ടർ വൈസും എല്ലാം നിങ്ങൾക്ക് പറ്റിയ ആളെ നിങ്ങൾ ചൂസ് ചെയ്യുക, അല്ലാണ്ട് നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ ക്യാരക്ടർ മാറ്റാൻ നിൽക്കരുത്. അതെ, ഒരിക്കലും ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ കൊണ്ട് എത്ര ദിവസത്തോളം നിങ്ങൾ ആ ക്യാരക്ടർ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ എന്താണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ണർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ അതിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് വേറൊരു കാര്യമില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പും പ്രേമവും ഈ കാര്യമൊന്നും അല്ല നിങ്ങളുടെ ലൈഫിൽ മെയിൻ ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് അതിനപ്പുറം വലിയ കാര്യങ്ങളുണ്ടാവും, പലർക്കും പല ആഗ്രഹങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ അതിന്റെ പുറകെ പോവാ അല്ലേ? റിലേഷൻഷിപ്പ് മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു കാര്യമില്ല. നിങ്ങൾ മൊത്തത്തിൽ അതിലോട്ട് ഡീപ്പായി പോവാണ്ട് അതൊരു പാർട്ടാക്കുക. റിലേഷൻഷിപ്പ് വേണം വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ ഞാൻ ഒരു കാര്യം, അതിന്റെ ഒരു സമയമുണ്ട്. ഈ പറഞ്ഞ 10ാം ക്ലാസ്സോ അത് വിജയിച്ചവരുണ്ടോ, 10 പഠിച്ചവർ കല്യാണം കഴിച്ചോ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ 10ാം ക്ലാസ്സിൽ തന്നെ ഈ പറഞ്ഞ പ്രേമം വരെ, ഡിപ്രഷൻ ചെയ്ത് സൂസൈഡ് ചെയ്യുക, എന്ത് ഞാൻ പറഞ്ഞു. എനിക്ക് ഇങ്ങനത്തെ ന്യൂസ് എനിക്ക് സങ്കടമൊന്നും തോന്നത്തില്ല. അത് എന്ത് മണ്ടത്തരാ ചെറുക്കനോ ആ പെൺകൊച്ചു ചെയ്തത്. 10ൽ പഠിക്കുമ്പോഴത്തേനും ഒരു പയ്യനെ പ്രണയിച്ചാൽ വേണ്ടതോ ആ കൊച്ചു സൂസൈഡ് ചെയ്ത്. ഞാൻ മണ്ടത്തരനെ അതിനൊക്കെ ഞാൻ പറയത്തുള്ളൂ, അല്ലാതെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പോ അച്ഛനടുത്ത് നേരെ ചെന്നിട്ട് ഇങ്ങനെ പറയും അച്ഛ നമുക്ക് ഇതൊക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, പലരും അച്ഛന്മാരായിട്ട് ഇപ്പോഴും സംസാരിക്കാറില്ല. അത് നിനക്കൊരു കാര്യം അറിയോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എത്ര കൊല്ലങ്ങളായി കാണും ചിലപ്പോ അച്ഛനോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട്, ചിലപ്പോ അച്ഛനോടൊക്കെ ഒന്ന് മിണ്ടിയിട്ട് കുറെ കൊല്ലങ്ങളായി കാണും അല്ലേ? പാരന്റ്സിനോട് അധികം ആൾക്കാർ മിണ്ടാറുണ്ടാവില്ല. ഞാനൊരു ടൈമിൽ അങ്ങനെയായിരുന്നു, എന്റെ അച്ഛനോട് ഞാൻ മിണ്ടില്ല, എന്താണ് അച്ഛന്മാരായിട്ട് സംസാരിക്കില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ തിങ്ക് ചെയ്യും എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെറുപ്പത്തൊക്കെ ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. എവിടെ പോകുമ്പോൾ അച്ഛൻ വരുമ്പോൾ അല്ലേ, അച്ഛനായിട്ടുള്ള ഒരു കണക്ഷൻ എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് വിട്ടു പോകും. പക്ഷെ ഞാൻ പിന്നെ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മള് ജസ്റ്റ് ഒന്ന് ചെന്ന് അച്ഛനോടൊന്ന് ചെന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പറ്റുന്നവരും ട്രൈ ചെയ്ത് നോക്ക്. ജസ്റ്റ് ഒന്ന് അച്ഛനോട് ചെന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒന്ന് അച്ഛാ ഭക്ഷണം കഴിച്ചോ, അതുപോലും ചോദിക്കാത്ത പല ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും. ചിലപ്പോ അച്ഛനൊക്കെ പൈസ ഒക്കെ മേടിക്കുമായിരിക്കും, അല്ലെങ്കിൽ വാങ്ങി തരുന്നത്. പക്ഷെ എന്നാലും അച്ഛനും മിണ്ടില്ല ഡയറക്റ്റ്. പക്ഷെ അവർക്ക് അത് എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇവരൊരു പാരന്റ് ആയിട്ട് ഇവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇവർക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, അച്ഛന്റെ ഇത് അത്രത്തോളം ഇവർക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അത് മെല്ലെ മെല്ലെ മനസ്സിലാവും തോറും ഇവർ മാറും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും എന്താണ് ഈ റിലേഷൻഷിപ്പും നിങ്ങളുടെ ബ്രേക്കപ്പ് ഒന്നും അല്ല മനസ്സിലാവും. കാരണം അതിനപ്പുറം കൺസിഡർ കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പല കാര്യങ്ങളും അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ എല്ലാ കാര്യം നിങ്ങൾ എടുത്ത് നോക്കിക്കോ, പല കാര്യത്തിലും ഓരോരുത്തർക്കും ഓരോ റീസണാ. ബ്രേക്കപ്പ് ആയതിന്റെ ഒരു റീസൺ എന്താ, പിന്നെ മാർക്ക് കുറഞ്ഞതിന്റെ ഒരു റീസൺ, പിന്നെന്താ ഡൗറിയുടെ റീസൺ ആണ് അല്ലേ, പിന്നെ നാട്ടുകാരുടെ കൺസേൺ ഒരു റീസൺ ആണ്. ഇതൊക്കെ ചെന്ന് ഞാൻ ഡൗറിയുടെ കാര്യത്തിൽ ഞാൻ പാരന്റ്സിന് തന്നെ പറയത്തുള്ളൂ, ഉറപ്പാണ്. കാരണം മാക്സിമം നിങ്ങൾ ഈ ഡൗറി എന്തിനാണത്? നിങ്ങൾക്ക് വർക്കുണ്ട്, നിങ്ങൾ സമ്പാദിക്കുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. അല്ലാതെ ഈ ഡൗറി ഈ പെങ്കൊച്ച് കയറി വരുന്ന പെങ്കൊച്ച് ഈ കൊണ്ടുവന്നിട്ട് വേണോ നിങ്ങൾക്ക് കഴിക്കണം? അതൊരു സത്യമായിട്ട് ഒരു ഒറ്റ ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ പെണ്ണിനെ ആ ചെറുക്കിന് കൊട്ടിച്ചു കൊടുക്കുമ്പോ അവൻ ഇവളെ നോക്കാനുള്ള കഴിവുണ്ടോന്ന് പറഞ്ഞിട്ടാണ് കെട്ടിച്ചു കൊടുക്കുന്നത്.
അല്ലെ അങ്ങനത്തെ ഒരു കഴിവില്ലാത്തവന് പൈസ ഒന്നും ഇല്ല എന്ന് വിചാരിക്കും. ഇപ്പൊ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇല്ലാത്തവന് ഇവർ ഈ പൈസയും കൊടുത്ത് പെണ്ണിനെയും കൊടുത്ത് സ്വന്തം മോളെ നഷ്ടപ്പെടുത്തേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തിന്റെ ആവശ്യമാണ്? പലരും ഉണ്ടല്ലോ, ഞാൻ പറയാം, ഈ ഡൗറി കൊടുക്കുന്ന ആൾക്കാര് ഈ മോള് ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു കഴിവ്, നിങ്ങൾ എഡ്യൂക്കേഷൻ അത് നിങ്ങൾ കൊടുക്കുക. പക്ഷെ അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും, പഠിക്കണമെന്നും എന്റർപ്രണേഴ്സ് ആവണമെന്നും. കുറെ ആൾക്കാർക്ക് കുറെ പ്ലാൻ ഉണ്ടാവും. പക്ഷെ എല്ലാം ഒരു കല്യാണം എന്ന് പറഞ്ഞ സാധനം അവർ കൊണ്ടു ഫ്രണ്ട് വെക്കുന്നുണ്ടല്ലോ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പലരും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാ കല്യാണം പേടിക്കുന്നു? എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം പെൺകുട്ടികളെ കിട്ടാനില്ല കല്യാണം കഴിക്കാൻ. പെൺകൊച്ചുകൾ എന്തായാലും പെർസെന്റേജ് വൈസ് എങ്ങാണ്ട് ഉണ്ടായിരുന്ന ആൺകുട്ടികളെക്കാളും പെൺകൊച്ചുങ്ങൾക്കാണ് കല്യാണത്തിനോടുള്ള വെറുപ്പ്. കല്യാണം കഴിക്കാതെ ഇപ്പൊ ഇരിക്കുന്ന അതിനുള്ള റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾ ഇരുത്തി ചിന്തിച്ച് നോക്കും. കല്യാണം കഴിഞ്ഞ് ഞാൻ പറഞ്ഞോട്ടെ, ഈ പറഞ്ഞ് ഒരു 2 ഇയേഴ്സിനുള്ളിൽ കൊച്ചു വേണമെന്ന് കുറെ അവിടുന്ന് ഇൻസ്ട്രക്ഷൻസ് കിട്ടും. അതും കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ 2 കൊല്ലം ഓക്കെ കൊച്ചായി കഴിഞ്ഞാൽ ഈ ഒരു 5 കൊല്ലത്തോളം ഈ കൊച്ചിനെ നോക്കണം. അവിടെ ഈ പറയുന്ന ഈ സ്ത്രീ മാത്രമാണ് അത്. ഓക്കെ, ഈ പറഞ്ഞ ഹസ്ബൻഡ് അവിടെ വർക്കിന് പോവായിരിക്കും. ആണോ? ഈ ഹസ്ബൻഡിന് 5 കൊല്ലത്തോളം വർക്കിന് എല്ലാം ചെയ്യാം. പക്ഷെ ഈ പെൺകൊച്ചിന് ഓക്കെ വർക്കിന് പോകുന്ന, കല്യാണം കഴിഞ്ഞിട്ട് വർക്കിന് പോകുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട്. പക്ഷെ ഈ 5 ഇയേഴ്സ് അവരെന്താണ് ഈ കൊച്ചിനെ നോക്കിയിട്ട് അവിടെ വെറുതെ ഇരിക്കണം. അപ്പൊ ഈ കൊച്ചു വളർന്നിട്ട് ആ കൊച്ചിന്റെ കാര്യം നോക്കാനുള്ള ത്രാണി ഉണ്ടായി കഴിഞ്ഞാൽ അതിനുശേഷം മാത്രമാണ് ഈ കുട്ടിക്ക്, ഈ സ്ത്രീക്ക് പിന്നെ ജോലിക്ക് പോകാൻ പറ്റുന്നത്. ഇതൊക്കെ ആലോചിക്കുമ്പോഴത്തേനും ആർക്കായാലും കല്യാണം വേണോ വേണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു കൺഫ്യൂഷൻ. അത് ഗേൾസിന് എന്തായാലും മനസ്സിലാവും. പലരും കല്യാണം കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ ചിലപ്പോ പറയും ലവ് മാരേജ് ആണ്, കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഡിവോഴ്സ് ആയി. അതെന്താ? അതുവരെ ലവ് ഉണ്ടായിരുന്നു, അതിന് ശേഷം ലവ് ഇല്ലെന്നോ? അതെ, 10 കൊല്ലത്തോളം പ്രണയിച്ച ആൾക്കാര് അതുവരെ ഭയങ്കര ട്രൂ ലവാ. ആഫ്റ്റർ മാരേജ് അവർ വിത്തിൻ 1 ഇയർ ഒക്കെ ഒന്നില്ലെങ്കിൽ വേറെ ആൾക്കാരായിട്ട് പോകും, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ സൂസൈഡിലോട്ട് പോകും, അല്ലെങ്കിൽ ഡിവോഴ്സിലോട്ട് പോകും. അതെന്തുകൊണ്ടോ അതൊക്കെ മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് ലവ് ഇല്ലെന്നാണോ അതോ അത് വേറെ ഉള്ളൂ ലവ്? അത് കല്യാണം കഴിഞ്ഞ ലവ് ഇല്ലേ? അതെനിക്ക് ഇതുവരെ മനസ്സിലായി. ഇപ്പൊ ഒരുപാടായി അല്ലേ? അപ്പൊ ലോങ് ആണ് പോഡ്കാസ്റ്റ്. ഒന്നാമതേ കുറച്ച് ലോങ് ആണ്. നമ്മളെല്ലാം ഷോർട്ട് പോഡ്കാസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ന് കണ്ട ഇൻട്രോ പോലെ ഇനി എല്ലാ ടോപ്പിക്കിനും നമുക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമാറ്റിക് പോഡ്കാസ്റ്റ് ആണ്. ആരും തുടങ്ങിയിട്ടില്ലെന്ന് വിചാരിക്കുന്നു, ഫസ്റ്റ് നമ്മളാണെന്ന് തോന്നുന്നു. അപ്പോൾ സിനിമാറ്റിക് പോഡ്കാസ്റ്റ് രീതിക്കാണ് ചെയ്യാൻ നോക്കണേ. അപ്പോൾ ഗൈസ് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കുഴപ്പങ്ങളോ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ DMസിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വരാം. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ബയോയിലുണ്ട്. പിന്നെ അത് മാത്രമല്ല എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പ്രൊഫഷണൽസിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കാം. പിന്നെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാണ്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനോണിമസ് ലിങ്കും ഉണ്ട്. അപ്പൊ ഗൈസ് ഒറ്റ കാര്യം ഞാൻ ലാസ്റ്റ് പറയാം, ഒരിക്കലും ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ നിങ്ങൾ എടുക്കരുത്. ഓക്കെ, അതൊരു സൊല്യൂഷൻ അല്ല. ഇപ്പോഴും പറയാം, ഒന്ന് ബ്രീത്ത് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് പറയാൻ വന്നത്. അതായത് നിങ്ങൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണെങ്കിലും, നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടോ ഓർ നിങ്ങൾ ഭയങ്കര പ്രഷേർഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്. ഒന്ന് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, എന്നിട്ട് കുറച്ചു നേരം ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. അതിന് നമ്മൾക്ക് ഓക്കെ. അപ്പൊ നിങ്ങൾ മണ്ടത്തരത്തിലോട്ട് ഒരുപാട് പോകാൻ ചാൻസ് കുറവാണ്. എനിക്കൊരു 30 സെക്കൻഡ് തരൂ, ഞാൻ പറയട്ടെ. അപ്പൊ ഒരിക്കലും അങ്ങനത്തെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അത് വലിയൊരു നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും, വേറെ ആൾക്കും ഉണ്ടാവില്ല. 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളെ മറക്കും ഗൈസ്, ഉറപ്പായിട്ടും. നിങ്ങളിപ്പോ ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങൾ ചെയ്തെന്ന് വിത്തിൻ 2 ഡേയ്സ് സീരിയസ്ലി ഞാൻ പറയുന്നത്. പണ്ടത്തെ ഇവര് 3 നേരം ഫുഡ് വെച്ച് മിണ്ടാതിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു വീട്ടുകാരടക്കം. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ആരും ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇത് നിങ്ങൾ ചെയ്യാൻ ഒരു വ്യക്തി ഉണ്ടാവില്ല, കാരണം അവർക്ക് ഒരു കൂസലും ഉണ്ടാവില്ല, അവർക്കെതിരെ പോലീസ് കേസോ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവര് വേറൊരാളായിട്ട് മൂവ് ഓൺ ചെയ്ത് സുഖമായിട്ട് ജീവിക്കും, നിങ്ങളെ മറക്കുകയും ചെയ്യും. അവർക്കൊന്നും ഒട്ടും ബോധം കൊന്നാ പോലും ആൾക്കാർ ശിക്ഷ കൊടുക്കാൻ കുറെ കാലം എടുക്കുന്ന ഈ നാട്ടില്, 15 കൊല്ലം എടുക്കുന്ന ഈ നാട്ടില് ഒരാൾക്ക് വേണ്ടി നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് ശിക്ഷ കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ നാടാണ് നമ്മുടെ, അത് മനസ്സിലാക്കി ജീവിക്കുക. പിന്നെ അത് മാത്രമല്ല, ഇനി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് വരുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കമന്റ് ചെയ്തേ ഗൈസ്, നമ്മൾ ചെക്ക് ചെയ്തിട്ട് റെഡി ആയിരിക്കും. അറിയിക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ. അത്രേ ഉള്ളൂ.